ഹലോ ഗൈസ്, ഞങ്ങൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് മാറ്റി കഴിഞ്ഞു. ഇനി ഞങ്ങൾ കുടജാദ്രിക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. കുടജാദ്രി മല കയറാൻ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങിട്ടോ. ഞങ്ങൾ എത്തി. കാരണം ഇനി കുടജാദ്രി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും വൈകും. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ലഗേജ് റൂമിൽ കൊടുത്തിട്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ബാഗിൽ ഇട്ടിട്ടുണ്ട്. ഇനി പോട്ടെ. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് വന്നിട്ട് പിന്നെ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിട്ട് നേരെ സ്റ്റേഷനിലേക്ക് പോകണം വിചാരിക്കണം. ലാസ്റ്റ് ബസ് എപ്പോഴാണ് അതൊന്നും നമുക്ക് അറിയില്ല. ഇവിടെ കുറച്ച് നേരത്തെ ഇറങ്ങണം. കാരണം ട്രെയിൻ രാത്രി 10 മണിക്ക് എന്തോ ആണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ കുടജാദ്രി എത്തി ഗൈസ്. കുടജാദ്രി ഇനി നമുക്ക് ആ കാണുന്ന മല കയറണം. മല കാണുന്നുണ്ടോ? മല കാണുന്നില്ല, കുറച്ചധികം നടക്കാനുണ്ട്. വല്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മളിങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ മുന്നേ ഇവിടെ 1-2 അമ്പലങ്ങളുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ആയിട്ട് ഈ മലയുടെ ഉള്ളിലേക്കാണ് പോകേണ്ടത്. കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. അപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ യാത്ര വണ്ടിയിലെ? അടിപൊളിയായിരുന്നു. അനക്ക് എന്തിനാ പേടിച്ചത്? ഇതിനെ പേടിച്ചത്? അയ്യോ, ഞങ്ങളുടെ തുടക്കം തന്നെ ക്ഷീണിച്ച് വയ്യാതായി. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി എത്രയോ കയറാനിട്ട്. നല്ല കൂളിംഗ് ഒക്കെ ഉണ്ട്. കയറായ ഗൈസ്, കയറായ. അയ്യോ, എന്താവോ എന്തോ. ഗൈസ്, വെയിലാണെങ്കിലും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. ഞാൻ നല്ല ടയർഡാണ്. അത് കാരണം എൻ്റെ സൗണ്ടൊക്കെ വല്ലാതെ. ഞങ്ങൾക്ക് കൂടെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഒരു ഏട്ടൻ ഒറ്റപ്പാലത്തുള്ളതാണ്. ഞങ്ങൾ നടന്ന് പോവുകയാണ് ഗൈസ്. ഞാൻ ഓൾറെഡി ഒരു വട്ടം കയറിയതാ. എന്നിട്ട് പിന്നെ എന്തിനാ ഞാൻ ഈ ഒരു അഡ്വാൻറ്റേജ് എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നോക്കാം. നല്ല നട്ടപ്പൊരു വെയിലുണ്ട് കേട്ടോ. തിരിച്ചിറങ്ങുമ്പോഴേക്കും കറുത്ത് മനസ്സിലാവാത്ത രീതിയാവും. ഇപ്പം തന്നെ ഞാൻ ഓൾറെഡി ടാൻ അടിച്ചെൻ്റെ മുഖക്ക് മാറി തുടങ്ങി. ഇനി അങ്ങോട്ടേക്ക് ഓരോ കാഴ്ചകളാ ലേട്ടാ. അപ്പു ഇപ്പം തന്നെ ക്ഷീണിച്ചു കേട്ടോ. അപ്പു മാത്രമല്ല, എല്ലാവരും ക്ഷീണിച്ചോ? അമ്മേ, ഈ കാണുന്ന കയറ്റം ഞങ്ങൾക്ക് ഇനി കയറാനുള്ളതാണ് കേട്ടോ. സൈഡ് കാട്ടിത്തരാം. ഫുൾ കോടയാണ്. നമുക്കൊന്നും മനസ്സിലാവില്ല.
റെസ്റ്റായി. വെള്ളമൊക്കെ ഇപ്പൊ കഴിയും തോന്നുന്നു. നമ്മൾ ഓൾമോസ്റ്റ് നടന്നെത്താനായിട്ടോ. ആ കയറ്റങ്ങളൊക്കെ നല്ല ടാസ്ക്കാണ്. ക്ഷീണിച്ചു. കുടജാദ്രി വിസിറ്റ് ചെയ്തവര് മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യൂട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞങ്ങൾ കുരങ്ങനെ പിന്നെ പലതരം പക്ഷികളൊക്കെ കാണുന്നുണ്ടായി. പക്ഷേ പ്രാവശ്യം വന്നപ്പോൾ ഒന്നും കണ്ടില്ല. ദൈവത്തേക്ക് എത്തുന്നവരും ഒന്നും കാണില്ല കേട്ടോ ഗൈസ്. ഫുൾ മഞ്ഞാണ്. കാണുന്നുണ്ടോ? അതെ, ഒന്നേട്ടം പാട്ടൊക്കെ പാടുന്നുണ്ട്. ക്ലൈമറ്റ് കണ്ടിട്ടാ ഫൈനലി ഗൈസ് ഞങ്ങൾ അമ്പലം കണ്ടു. ശങ്കരാചാര്യർക്ക് കുറച്ച് ഇറങ്ങിയിരിക്കായിരുന്നു. എന്താണ് ആള് സമാധാനം തേടി പോയതാണ് എന്നിട്ട് ഇരുന്നതാണെന്നൊക്കെയല്ലേ പറയുന്നത്. അയ്യോ പറയേണ്ടത് എന്താണെന്ന് അറിയില്ല. കഴിഞ്ഞ വട്ടത്തേക്കാളും പെട്ടെന്ന് എത്തിയ മാതിരി തോന്നല് കേട്ടോ. അല്ലേട്ടാ ഫസ്റ്റ് ടൈം വരുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പ്രശ്നം അത്ര വലിയ പ്രശ്നം തോന്നിയില്ല, പെട്ടെന്ന് എത്തി. അപ്പൂനെ സമ്മതിച്ചു കേട്ടോ. അപ്പൂ സ്ട്രോങ് ബോയ് ആണല്ലേ? അപ്പൂ സ്ട്രോങ് ബോയ് അല്ലേ? അപ്പൂ ആരുടെ ഔദാര്യം ഇല്ലാതെ ഒറ്റയ്ക്ക് കയറി ഗൈസ് മല. കുറച്ച് നേരമായിട്ട് എടുത്തു കേട്ടോ. കാണണ്ടേ മുന്നോട്ട് തിരിയാൻ പറയും. മുന്നോട്ട് തിരിയാൻ പറയും. മേലെ നിന്നുള്ള ലുക്ക് ഇങ്ങനെ കേട്ടോ. ടോപ്പില്ല. ഞങ്ങളങ്ങനെ മേലെ പോയി തൊഴുത് ഇറങ്ങി കേട്ടോ. ഇറങ്ങുമ്പോൾ വീഡിയോ എടുക്കൽ അത്രത്തോളം പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ മൂകാംബിക വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നത്തെ വീഡിയോസും കാണാൻ എന്താണെങ്കിലും ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി.